ദൃശ്യം 3 ജസ്റ്റ് ഇപ്പോൾ ചെന്നൈയിൽ രോഹിണി തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒരു പടക്കത്തിന് തിരി കൊളുത്തി എങ്ങനെ ഉണ്ടാവും? നമ്മൾ പോകുന്ന സമയത്ത് മെല്ലനെ അത് പോകും. അത് പോയിട്ട് അത് ഒരു പൊട്ടുമ്പോൾ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവില്ലേ, അതേപോലെയായിരുന്നു ഇന്ന് തിയേറ്ററിൽ ഞാൻ കണ്ടത്. തുടക്കം ഒരു സ്ലോ ബേൺ ആയിട്ട് പടം ഇങ്ങനെ പോയിട്ട് നമ്മൾ തന്നെ വിചാരിക്കും നമ്മൾ ദൃശ്യമാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദൃശ്യത്തിൻ്റെ സീരീസ് ആണോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒന്ന് ചെയ്യും മക്കളെ. ഒരു ജാതി ഒരു എലിവേഷൻ ഉണ്ട് സാധനം പടത്തിൽ. ലാസ്റ്റ് 20 to 25 മിനിറ്റ്സ് ബ്ലാസ്റ്റ് ആണ്. ഗൂസ് ബംസ് എന്നെല്ലാം പറഞ്ഞാൽ വേറെ ലെവല്. ലാലേട്ടൻ്റെ ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻ ഉണ്ട് മക്കളെ, പറയാൻ വാക്കില്ല. എനിക്കിപ്പോൾ വാർത്ത ഒന്നും മര്യാദയ്ക്ക് വർത്താനൊന്നും പറയാൻ പറ്റുന്നില്ല. ആ ലെവല് ഞാൻ കരഞ്ഞു പോയി, ഒരുമാതിരി ഗൂസ് ബംസ് ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റില്ല. തിയേറ്ററിൽ എന്താ നടക്കുന്നതെന്ന് തിരിയുന്നില്ല. അമ്മാതിരി ലെവല് റൈറ്റിംഗ്, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ. ജിത്തു സാർ നിങ്ങൾ വേറെ ലെവലാണ്. നമുക്ക് സാധാരണക്കാരനായ ഒരു 4ാം ക്ലാസ്സുകാരനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമെന്ന് പറയും. നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല ദൃശ്യം ഡയറക്ടർ ആൻഡ് റൈറ്റർ ജിത്തു സാറിനെ. ആ ലെവൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് തിയേറ്ററിൽ കിട്ടുക. ആൻഡ് മോഹൻലാൽ സാർ, ഹാറ്റ്സ് ഓഫ് ടു യു. ആൻഡ് മ്യൂസിക് ആയിട്ടും മീന മാം ആയിട്ടും നടിച്ച എല്ലാവരും ആയിക്കോട്ടെ, എല്ലാവരും എക്സ്ട്രീമും. ഈ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ഇമോഷണൽ കണക്റ്റ് കൊടുക്കും. അതിൽ കൊടുക്കുന്ന ലാലേട്ടൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് പറയാൻ വാക്കുകളില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു 5-8 ഇൻ്റർവ്യൂ കൊടുത്തു ഇപ്പോൾ ഇവിടെ തമിഴ് ഓഡിയൻസിന്. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ റിവ്യൂ ചോദിച്ചു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ ഞാൻ കോളർ തൂക്കിയിട്ട് പറയും, ദൃശ്യം 1, 2 കഴിഞ്ഞ് എത്രയോ മുകളിലാണ് ദൃശ്യം 3. ഈ ഒരു റിവ്യൂവിന് വലിയ സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതൊരു സാധാരണക്കാരനായ മനുഷ്യൻ പുറത്ത് വരുമ്പോൾ അയാളുടെ ഇമോഷൻ പ്രകടിപ്പിക്കുന്നതാണ്. സോ ഇതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും വേറെ ലെവൽ മൂവി, നെക്സ്റ്റ് ലെവൽ. തിയേറ്ററിൽ നിങ്ങൾ 200 രൂപ, 100 രൂപ, 300 രൂപ, 500 രൂപ എത്ര കൊടുത്ത് കയറി കഴിഞ്ഞാലും ഇറങ്ങുന്ന സമയത്ത് ജയിച്ചിട്ടോ മാറാ എന്ന് പറയാം ഉറപ്പായിട്ടും. താങ്ക് യു. ആൻഡ് ടു ഓൾ ലവ്ലി ഓഡിയൻസ് ഓഫ് തമിഴ് പീപ്പിൾ, யூ கேன் கோ அண்ட் விசிட் த தியேட்டர். போய் பார்க்கலாம், கண்டிப்பாக வேர்த் வாட்சிங்காக இருக்கும். அந்த அளவுக்கு எக்ஸ்ட்ரீமாக பண்ணியிருக்காரு. ரைட்டிங் ஆகட்டும், டைரக்ஷன் ஆகட்டும், ஸ்கிரிப்ட் ஆகட்டும், ஆக்டிங் ஆகட்டும். ஸோ தேங்க்யூ ஸோ மச். மீண்டும் சந்திக்கும் வரை நன்றி, வணக்கம்.